നാഗർകോവിലെ SS പഴഞ്ഞി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ പോയതാണിത്. ഞങ്ങളവിടെ ചെന്ന ഉടനെ അവർ നല്ല തളിര് വാഴയില ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് വെച്ചു. അതിനുശേഷം ഉണ്ടല്ലോ അച്ചാറ്, കൂട്ടുകറി, അവിയൽ ഇതെല്ലാം വെച്ച് നല്ല തനി നാടൻ ഐറ്റംസ് ആയിരുന്നു എല്ലാം. നാടെന്ന് പറഞ്ഞാൽ കേരള നാടനല്ല കേട്ടോ, തമിഴ്നാടൻ നാടൻ ഐറ്റംസ്. അത് വെച്ച ശേഷം നല്ല ചൂട് ചോറ് ഇലയിലേറ്റിട്ട് ആ ചൂട് ചോറിട്ടപ്പോഴേ അവിടെ മുഴുവൻ പ്രത്യേക ഒരു വാസന പടർന്നു. ആഹാ അന്തസ്! സാമ്പാർ, പുളിശ്ശേരി, രസം, മീൻചാറ് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എനിക്കിഷ്ടം മീൻചാറാണ്. ഞാൻ മീൻചാറും പുളിശ്ശേരി ഒഴിച്ചാണ് ആ ചോറ് കഴിച്ചത്. പിന്നെ ഉണ്ടല്ലോ ഞാനൊരു എക്സ്ട്രാ മീൻ വറുത്തയും കൂടെ പറഞ്ഞു. എനിക്ക് മീൻ വറുത്ത ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു ഓരോ ഐറ്റമും കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പ്രത്യേകിച്ച് ഏത് ടേസ്റ്റാന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഫിഷ് ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഓംലേറ്റ് വാങ്ങിച്ചായിരുന്നു. ഈ ഓംലേറ്റ് കഴിച്ച് ഞാനല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ശേഷമേ ആ ചേട്ടനെ പാഴ്സൽ പൊതിയുന്നതും കൂടെ നോക്കി ഞാൻ അങ്ങോട്ടങ്ങ് നിന്നു. കാരണമേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചോറി തന്നെയല്ലേ കറിയൊക്കെ പാഴ്സൽ വെച്ച് തരുന്നേ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് തരുന്നതെന്ന് അറിയാവോ? നല്ല വാഴയിലയിൽ പൊതിഞ്ഞ തരുന്നത് കേട്ടോ. അത് നോക്കി ഞാൻ ഇങ്ങനെ നിന്നുവേ. അപ്പോഴാണ് ആ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടത്. ചേട്ടൻ പറഞ്ഞു ഈ കട തുടങ്ങിയിട്ടേ 55 വർഷം കഴിഞ്ഞു എന്ന്. ഒരുപാട് ലാഭം ആഗ്രഹിച്ചൊന്നും നടത്തുന്ന കടയല്ല കേട്ടോ. ഊണിനെ 60 രൂപയേ ഉള്ളൂ. അതിനൊക്കെ തന്നെ ആ ഫിഷ് ഫ്രൈയില്ലേ നല്ല കഷ്ണമായിരുന്നേ, അതിന് 30 രൂപയേ ഉള്ളൂ. അണക്ക് തന്നെ ആ ഓംലേറ്റില്ലേ അതിന് 15 രൂപയേ ഉള്ളൂ. ഇവരെ ചേട്ടാനിച്ചന്മാരെല്ലാവരും കൂടെ നടത്തുന്ന കടയാണ്. ഈ ചേട്ടന് ജോലിയുണ്ട് കേട്ടോ, കണ്ടക്ടറാണ്. ഈ ചേട്ടൻ ജോലിക്ക് വന്ന ദിവസം ഈ ചേട്ടൻ അനിയനാണ് വർക്ക് ചെയ്യാൻ വരുന്നത്. അവർ മാറി മാറിയാണ് നടത്തുന്നത്. ഞാൻ ചോദിച്ചേ ഈ വിലയ്ക്കൊക്കെ ഫുഡ് കൊടുത്താൽ നിങ്ങൾക്ക് മുതലാവുമോ എന്ന്. അപ്പോൾ ആ ചേട്ടൻ പറയുക ഫിഷ് ഫ്രൈ ഒക്കെ 2-3 ആഴ്ച മുമ്പ് വരെ കൊടുത്തുകൊണ്ടിരുന്നത് 20 രൂപയ്ക്കാണ്. പക്ഷേ ഇപ്പം മീനൊക്കെ വില കൂടിയത് കൊണ്ടാണ് 30-ന് കൊടുക്കുന്നതെന്ന്. കാര്യം ഇവർ ലാഭം ആഗ്രഹിച്ചൊന്നും അല്ല കേട്ടോ ഈ കട നടത്തി കൊണ്ടുപോകുന്നത്. കഴിക്കുന്ന ഒരു സംതൃപ്തിയാണ് ഇവരുടെ സന്തോഷം. ഞങ്ങൾ ഫാമിലിയായിട്ടായിരുന്നു കഴിക്കാൻ പോയത്. ഇക്കയുടെ ഉമ്മായും വാപ്പായും അനിയനും അനിയത്തിയും കുട്ടിയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. ഊണ് കഴിഞ്ഞാൽ എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കണേ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു കപ്പലിൻ്റെ മിഠായും കൂടെ വാങ്ങിച്ചു. കപ്പലിൻ്റെ മിഠായും കഴിച്ചു. അതേ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ.